ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. മോനാണെങ്കിൽ ഇന്ന് SPC ഉണ്ടായിരുന്നു, കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 6-6:30 അപ്പോൾ അയാൾ വന്നപ്പോഴാണ് ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അയാൾക്ക് ചായയും കടിയൊക്കെ കൊടുക്കാമെന്ന്, കടിയെന്ന് വെച്ച് ചായക്കടിയാണ് കേട്ടോ. ഞാൻ ജംഗ്ഷനിൽ പോയപ്പോഴത്തേക്കും ചായക്കുള്ള കടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമൂസയാണ് ഒരു 4 വാങ്ങിച്ചു, അവന് എനിക്ക് പിന്നെ മോക്ക് അങ്ങനെ 4. 2 അവന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് 2 അധികം അവന് വാങ്ങിച്ച്. എന്നിട്ട് ചായയൊക്കെ അപ്പോഴത്തേക്കും തിളച്ച് അതൊന്ന് ഒഴിച്ച് വെച്ചു. പിന്നെ സമോസ എടുത്ത് ഞാൻ എല്ലാം കൂടി പാത്രത്തിലാക്കി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കുറച്ച് TV ഒക്കെ കണ്ട് അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു കേട്ടോ. ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പ് ഒരു സിനിമ ഉണ്ടായിരുന്നു, ആ സിനിമയുടെ ബാക്കി കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സമയത്ത് അങ്ങ് കാണാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് കാണുവാട്ടോ. അങ്ങനെ കുറച്ച് ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് കാണാം, ക്ലൈമാക്സ് മാത്രം കണ്ടാൽ മതിയായിരുന്നു. അപ്പം അതങ്ങ് കാണാം. പിന്നെ പോയിരുന്ന് പഠിക്കട്ടെന്ന് വിചാരിച്ചവൻ. അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ അയ്യോടെ ആ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. ഈ വീഡിയോ ഇനി മോള് കാണുവാണെങ്കിൽ ആകെ പ്രശ്നമാക്കും. അങ്ങനായി. അതൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞാനതെല്ലാം പെട്ടെന്ന് തന്നെ കഴുകി വെച്ചിട്ട് രാത്രി അവൾക്ക് മോൾക്ക് ചീനി പുഴുങ്ങിയത്, അതായത് കപ്പ പുഴുങ്ങിയതും ചമ്മന്തി ഉടച്ചതും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ കുറച്ച് കപ്പ ഇരുന്നത് എടുത്ത് പെട്ടെന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി അടപ്പയിലോട്ട് വെക്കണം. അങ്ങനെ ഗ്യാസ് കത്തിച്ച് അത് വെച്ചിട്ടുണ്ട്. അതവിടെ തിളയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ചമ്മന്തിക്കെന്ന് വെച്ചാൽ മുളക് ഉടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാന്താരി നേരത്തെ ഇച്ചിരി പിച്ചി വെക്കണമെന്ന് വിചാരിച്ചു കേട്ടോ, പറ്റിയില്ല. പിന്നെ ഏകദേശം രാത്രിയായി. ഞാൻ പിന്നെ വെട്ടമൊക്കെ അടിച്ച് വന്നു. എന്തായാലും 5-6 ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം എടുത്തു. കുഞ്ഞുള്ളി നേരത്തെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് മിക്സിയിലോട്ട് ഇട്ട് അതിന് ഉപ്പും മുളകും കുറച്ച് പുളിയൊക്കെ കൂടെ ഇട്ട് പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചീനിയൊക്കെ ഏകദേശം തിളച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചമ്മന്തിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചീനിക്കകത്ത്, അതായത് കപ്പയ്ക്കകത്ത് ഉപ്പ് ഇട്ട് കുറച്ച് നേരം കൂടെ തിളപ്പിച്ചിട്ട് അതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് തട്ടിയിടാം കേട്ടോ. അപ്പോഴേക്കും മോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവൾക്ക് കൊടുക്കാം. അവൾക്കത് ഭയങ്കര ഇഷ്ടം. അവൾ പറഞ്ഞിട്ടാണ് ശരിക്കും ഞാനിപ്പോൾ അത് ഉണ്ടാക്കിയത്. രാവിലെ ചീനി വേവിച്ചതുണ്ടായിരുന്നു, എന്നാലും അവിടെ പറഞ്ഞപ്പം പിന്നെ പുഴുങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവളും കഴിച്ചു, ഞാനും കഴിച്ചു. മോൻ ഇത്തിരി കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കഴിച്ചില്ല കേട്ടോ. അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോളും കൂടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ അവളെ പരാതിയും മാറി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കഴിക്കട്ടെ. ടാറ്റാ.